എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജി.കെ. തുമ്പക്കാരൻ. ഇനി ഉള്ള രാവുകൾ നക്ഷത്രങ്ങളുടെയാണ്. അതായത് ഡിസംബർ, ജനുവരി ഏതാണ്ട് മൊത്തം ഹോളിഡേക്കായി ആയിരിക്കും കൂടുതലും ആൾക്കാർ പ്ലാൻ ചെയ്യുക. മറ്റു രാജ്യങ്ങളിൽ അവർ ഏറ്റവും കൂടുതൽ സെലിബ്രേഷൻ ചെയ്യുന്നത് ഈ ഡിസംബറും ജനുവരി എന്ന നാളുകളിലുമാണ്. ഇപ്പോൾ ഏതാണ്ട് അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഇന്ത്യൻസും നമ്മുടെ ആൾക്കാരും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് വ്യത്യാസമുണ്ട്. യൂറോപ്യൻസ് അവർ ക്രിസ്മസ് ന്യൂ ഇയറും സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു അവരുടെ ലൈഫിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ആണത്. അതിനു വേണ്ടി അവർ പ്രത്യേകം ബഡ്ജറ്റ് ഉണ്ടാക്കും. ഒരു മാസം അതിൻ്റെ ബഡ്ജറ്റ് മാറ്റി വയ്ക്കും. അവർ നല്ല ടൂർ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ടൂറിലാണ്. അവർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക, ഹോളിഡേ അവിടെ സ്പെൻഡ് ചെയ്യുക. നാട്ടിലൊരിക്കലും അവരുണ്ടാവില്ല. അപ്പോൾ അതിനൊരു 10-15 ഡേയ്സുള്ള ഒരു സമയമാണ് അവർ തിരഞ്ഞെടുക്കുക. മോസ്റ്റ്ലി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഡിസംബർ, ജനുവരി ഫസ്റ്റ് വീക്ക് വരെയും ഗവൺമെൻറ് വന്ന് അത്ര സ്ട്രോങ് ആയി വർക്കല്ല. കഷ്ടേജുള്ള എമർജൻസി വർക്കുകളായിരിക്കും കൂടുതൽ അവിടെ നടക്കുക. അപ്പോൾ ഈ ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാവരും തന്നെ അവരുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ഹോളിഡേ ടൈമായി കണ്ടെത്തുന്നത് ഈ ക്രിസ്മസിനും ന്യൂ ഇയറിനുമാണ്. എന്നാൽ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു ലീവ് കിട്ടും. പക്ഷേ എങ്കിൽ തന്നെയും ഒരു ചിലവർ പ്രോഗ്രാമൊക്കെ ചെയ്ത് അവർ ടൂറൊക്കെ പോകാറുണ്ട്. അത് ഓരോരുത്തരുടെ ലെവൽ അനുസരിച്ച്, സാമ്പത്തിക രീതി അനുസരിച്ചായിരിക്കും. എന്നാൽ നമുക്കൊന്ന് പറയാനുള്ള, യൂറോപ്യൻസിൻ്റെ അത്ര ഉണ്ടില്ലെങ്കിലും നമ്മളിപ്പോൾ ഹോളിഡേ ആവശ്യമാണ്. കാരണം 11 മാസം വളരെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു റെസ്റ്റുമില്ല, ഒന്നുമില്ല. ഓവർ ഇത് ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ അത്യാവശ്യം ഫാമിലിയായിട്ട് ഒരു 10-15 ദിവസം ഒന്ന് പുറത്തേക്ക് വന്ന് എൻജോയ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിനുള്ള ബഡ്ജറ്റ്, അതായത് എക്കണോമിക്കൽ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ആ ലെവലിനനുസരിച്ചുള്ള ടൂർ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഗോവയോ ബോംബെയോ ചെന്നൈയോ ബാംഗ്ലൂരോ എനിവേർ യു ക്യാൻ ജസ്റ്റ് സീ അക്കോർഡിംഗ് ടു യുവർ ബഡ്ജറ്റ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് മാത്രം, എന്ത് പ്ലാനിങ് ചെയ്താലും നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സുരക്ഷിതത്വമായിരിക്കണം. ഒന്ന്. രണ്ടാമത്, എക്കണോമിക്കലി നിങ്ങൾ അത് വളരെ പ്ലാൻ ചെയ്തിരിക്കണം. അത് ലോൺ എടുത്ത് മറ്റുള്ള സുഹൃത്തുക്കൾ ടൂർ പോകുന്നതനുസരിച്ച് നമുക്കത് കണ്ട് തന്നെ പോകണമെന്നില്ല. നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് നാം പ്ലാൻ ചെയ്യുക. കാരണം ഹോളിഡേ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ എൻജോയ്മെൻറ്റ് ചെയ്യുന്നതിനൊരു അർത്ഥം ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് അക്കോർഡിംഗ് ടു ദ വാട്ട് യു കാൾ ബഡ്ജറ്റ് നിങ്ങൾ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അത് അത്യാവശ്യമാണ്. ഇപ്പോൾ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇപ്പോൾ ഈ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റാറൊക്കെ വീടുകളിൽ തൂക്കാറുണ്ട്. ഒരു നല്ലൊരു സന്ദേശമാണ്. എല്ലാവർക്കും ഒരു ക്രിസ്മസ് കരോളും കുറേ കടകളിലോട്ട് കയറുമ്പോൾ അലങ്കാര ബോഡികൾ, സ്റ്റാറുകളൊക്കെ കാണുമ്പോഴും അത് യാതൊരു ജാതിയൊന്നും ഭാവവ്യത്യാസമില്ല. കുട്ടികൾ കാണുമ്പോൾ അവരങ്ങോട്ട് പർച്ചേസ് ചെയ്യും, ആ സ്റ്റാർ വീട്ടിൽ കൊണ്ട് തൂക്കും. അപ്പോൾ കാണുന്നവർക്കെല്ലാം അത് കൗതുകം ഉണർത്തുന്ന ഒരിതാണ്. പ്രത്യേകിച്ചും ഒരു സമാധാനത്തിൻ്റെയും ഒരു ശാന്തിയുടെയും ഒക്കെ ഒരു സന്ദേശമാണ് ക്രിസ്മസ്. ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരായിട്ട് നമ്മുടെ വീട്ടിൽ കരോൾ ആൾക്കാർക്ക് എത്തും. എല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു നാടായിട്ട് ഇതിനെ നമുക്ക് കാണാം. ഒപ്പം എല്ലാവർക്കും ഈ ഒരുക്കങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനുള്ള പ്ലാനർ, പ്രോപ്പറായിട്ടൊരു ടൂർ ഐറ്റനറിയൊക്കെ ട്രാവൽ ഏജൻസിൻ്റെ അവരുടെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കും. അവരെ കോൺടാക്ട് ചെയ്യാം, അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. സൗകര്യമുള്ളവർ, ഒരു ചിലവർക്ക് വീട്ടിലെന്തെങ്കിലും
മരണമോ മറ്റോ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കൾച്ചറിനനുസരിച്ച് ഒരു പുറത്ത് യാത്രയൊക്കെ തൽക്കാലം ചെയ്യാറില്ല. അങ്ങനെയുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ ഒരു ഹോളിഡേ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യണം. എല്ലാവർക്കും ഫുൾ നല്ല പ്ലാൻ ചെയ്ത് നല്ല അതിനുള്ള ഒരു സാഹചര്യം ഈശ്വരൻ സൃഷ്ടിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.